പ്രോബയോട്ടിക്സ് ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഒട്ടുമിക്ക പേരും അവെയർ ആയിട്ടുള്ളൊരു കാര്യമാണ്. പല രീതിയിലുള്ള അസുഖങ്ങൾ വരുന്ന സമയത്ത് പ്രോബയോട്ടിക്സ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കണമെന്ന് നമുക്ക് ഡോക്ടേഴ്സൊക്കെ സജസ്റ്റ് ചെയ്യാറുള്ള കാര്യങ്ങളാണ്. പ്രധാനമായിട്ടും നമുക്ക് ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻസ് ഉണ്ടാകുന്ന സമയങ്ങളിൽ, ഇൻഡൈജഷൻ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക, സ്കിൻ കംപ്ലയിൻസ് ഉണ്ടാകുന്ന അവസ്ഥകളിൽ, മൈഗ്രെയിൻ പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന അവസ്ഥകൾ, അങ്ങനെ പല രീതിയിലുള്ള കണ്ടീഷൻസായിട്ട് നമ്മൾ ചെല്ലുന്ന സമയങ്ങളിലാണ് പ്രോബയോട്ടിക്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാച്ചുറലി നമ്മുടെ വീടുകളിൽ നമുക്ക് പ്രോബയോട്ടിക്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഞാൻ ഡോക്ടർ ആര്യ, നാച്ചുറോപ്പതി കൺസൾട്ടൻറ്റ്, Q&B ഹെൽത്ത് കെയർ. പ്രോബയോട്ടിക്സ് എന്ന് പറയുമ്പം നമ്മുടെ ശരീരത്തിൽ നല്ല ബാക്ടീരിയാസിൻ്റെ അളവ് കൂട്ടാൻ വേണ്ടി സഹായിക്കുന്ന ഭക്ഷണങ്ങളാണ്. ബാക്ടീരിയാസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ധാരാളമായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കറിയാം, നമ്മുടെ ഗട്ടിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ ഇൻഡസ്റ്റൈനകത്ത് അതിൻ്റെ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ബാക്ടീരിയാസിൻ്റെ പ്രസൻസ് കണ്ടുവരുന്നുണ്ട്. ഇത് നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ടുണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. അതായത് സ്മോൾ ഇൻഡസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് പോലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ ശരീരത്തിൽ കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രസൻസ് കുറഞ്ഞു വരുന്ന സമയങ്ങളിലും ഒട്ടുമിക്ക ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മളെ തേടി വരുന്നുണ്ട്. അതിൽ പെട്ടതാണ് ഈ ഒരു ഗ്യാസ്ട്രൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങൾ, മൈഗ്രെയിൻ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, സ്കിൻ കംപ്ലയിൻസ് പോലുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങൾ. ഇത്തരം സാഹചര്യത്തിലാണ് നമ്മൾ പ്രോബയോട്ടിക്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കണമെന്ന് പറയുന്നത്. ഇതൊരു ഓവർ ഗ്രോത്ത് പോലൊരു ബുദ്ധിമുട്ടാണ് എങ്കിൽ നമ്മൾ ഇത്തരത്തിൽ പ്രോബയോട്ടിക്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിവതും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു നല്ല ബാക്ടീരിയ അല്ലെങ്കിൽ ചീത്ത ബാക്ടീരിയ എന്ന് പറയുന്ന ബാക്ടീരിയാസിൻ്റെ ഗ്രോത്ത് നമ്മുടെ ഗട്ടിനകത്തുള്ളത് ഒരു റേഷ്യോയിലാണ്. ഇതിൽ അമിതമായിട്ട് വരികയോ അല്ലെങ്കിൽ കുറവ് സംഭവിക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഭക്ഷണവും കാര്യങ്ങളിലൂടെയൊക്കെ മാനേജ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അത്തരത്തിലുള്ളൊരു വാല്യൂല് റേഷ്യോയിലൊക്കെ നമുക്കൊരു ഇംബാലൻസുകൾ വരുന്ന സമയങ്ങളിലാണ് നമ്മുടെ ശരീരത്തിൽ പല രീതിയിലുള്ള ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടുവരുന്നത്. ഈ ബാക്ടീരിയാസിന് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു അസിഡിക് pH അല്ലെങ്കിൽ അസിഡിക് മീഡിയത്തിലാണ് ഈ ബാക്ടീരിയാസ് ധാരാളമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഗ്രോത്ത്, മൾട്ടിപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ഈ ഒരു അസിഡിക് മീഡിയത്തിന് അല്ലെങ്കിൽ ഈ അസിഡിക് pHന് എന്തെങ്കിലും ഒരു ചേഞ്ചസ് വന്നു കഴിഞ്ഞാലാണ് ഇതിലൊരു ആൾട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും അതായത് ഈ ഗ്രോത്ത് ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ എന്തെങ്കിലും ഓൾട്രേഷൻ സംഭവിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം ഇത്തരത്തിൽ നമ്മൾ പ്രോബയോട്ടിക്സ് ഭക്ഷണങ്ങൾ എടുക്കേണ്ടത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള നല്ല ബാക്ടീരിയാസിൻ്റെ പ്രസൻസ് നമ്മുടെ ഗട്ടിൽ കുറഞ്ഞു വരുന്ന സാഹചര്യത്തിലാണ് അതിൻ്റെ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോബയോട്ടിക്സ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കേണ്ടതായിട്ടുള്ളത്. പ്രോബയോട്ടിക്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ മാത്രമല്ല, ഇന്ന് പല കാരണങ്ങളാലും നമ്മൾ സപ്ലിമെൻറ്റ് ഫോമിലും ഇത് ഇൻടേക്ക് ചെയ്യാറുണ്ട്. നമുക്കിപ്പോൾ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് വരുന്ന സമയങ്ങളിലോ, IBS പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയങ്ങളിലോ, അല്ലെങ്കിൽ സ്കിൻ ഇറിറ്റേഷൻസ് കാര്യങ്ങൾ, സ്ട്രെസ്, ടെൻഷൻ, മൈഗ്രെയിൻ പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്ന സമയങ്ങളിലോ നമുക്ക് എപ്പോഴും ഇങ്ങനെ സപ്ലിമെൻറ്റ് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ അസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടി പറ്റില്ല. ലോങ് ടേം ആയിട്ട് നമ്മൾ സപ്ലിമെൻറ്റ് എടുക്കുന്ന സമയങ്ങളിലായിക്കോട്ടെ നമുക്ക് അതിൻ്റെതായ സൈഡ് എഫക്ട്സും കാര്യങ്ങളൊക്കെ കണ്ടുവന്ന് വരാം. നമ്മൾ ഇത്തരത്തിൽ അമിതമായിട്ട് സപ്ലിമെൻറ്റ് എടുക്കുന്ന സമയങ്ങളിൽ ചിലപ്പോൾ നമുക്ക് ഈ സ്മോൾ ഇൻഡസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് പോലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടായിന്ന് വരാം. അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയങ്ങളിൽ എപ്പോഴും നാച്ചുറലായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന രീതികൾ മാത്രം ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്ക് ഇതിനൊരു ഇംബാലൻസും കാര്യങ്ങളൊക്കെ കണ്ടുവരികയാണെങ്കിൽ മാത്രമാണ് നമ്മളൊരു സപ്ലിമെൻറ്റ് ഫോമിലേക്ക് ഇത് കഴിക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പം വീടുകളിൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് ഇത് പ്രിപ്പയർ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ ദിവസവും കഴിക്കുന്ന പഴങ്കഞ്ഞി പോലുള്ള കാര്യങ്ങൾ. അതായത് സാധാരണയായിട്ട് നമ്മൾ ചോറ് വെച്ച് കഴിക്കുന്ന സമയത്ത് അതിന് നമ്മൾ ഓവർനൈറ്റ് വെച്ചതിന് ശേഷം പിറ്റേന്ന് രാവിലെ കഴിക്കുന്ന ആ ഒരു രീതിയാണ് പഴങ്കഞ്ഞി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കുന്ന സമയങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ തവിടുള്ള അരി യൂസ് ചെയ്യുക. സാധാരണ വെള്ളരിക്ക് പകരമായിട്ട് നമ്മൾ തവിടുള്ള അരി യൂസ് ചെയ്യുക. ഫൈബർ റിച്ച് ആണ്. നമ്മുടെ ഈ കാപ്സിൻ്റെ ആ ഒരു വാല്യൂ മറ്റു വെച്ച് നോക്കുന്ന സമയത്ത് കുറച്ചുകൂടെ കുറവാണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് ഡൈജഷനും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നടക്കാനും ഇത് നമുക്ക് കഴിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ തവിടുള്ള അരി നമ്മൾ ഓവർനൈറ്റ് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ കഴിക്കുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് കുറച്ച് തൈര് മിക്സ് ചെയ്ത് കഴിക്കാം. അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് പ്രോബയോട്ടിക് സപ്ലിമെൻറ്റ് ഇതിനകത്ത് പൊട്ടിച്ചിട്ടിട്ട് കഴിക്കാൻ കൂടി ചെയ്യാവുന്നതാണ്. ഇതുമല്ല എങ്കിൽ നമ്മൾ രാത്രി തന്നെ നമ്മൾ മോര് ഇതിനകത്ത് ഒഴിച്ച് വെച്ച് കഴിക്കുന്നതും കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. പക്ഷെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം അധികം പുളിയില്ലാത്ത മോര് വേണം നമ്മളിതിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. പുളി കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബാക്ടീരിയാസിൻ്റെ ആ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ ആ ഒരു ഗുഡ് ബാക്ടീരിയാസിൻ്റെ ആ ഒരു നല്ല രീതിയിൽ കിട്ടണമെങ്കിൽ നമ്മൾ പുളി കുറഞ്ഞ തൈരോ മോരോ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ പഴങ്കഞ്ഞി ഉണ്ടാക്കി കഴിക്കുന്ന സമയത്ത് അതിന് കൂടെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളോ അല്ലെങ്കിൽ നമുക്ക് എന്താണോ സൈഡായിട്ട് ആവശ്യമായിട്ടുള്ളത് അത്തരം കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സാറ്റിസ്ഫൈങ് ആയിരിക്കും. ഒരു മെയിൻ മീലാക്കി നമുക്ക് കഴിക്കാവുന്നതാണ്. രണ്ടാമതായിട്ട് നമുക്ക് പ്രോബയോട്ടിക്സ് അടങ്ങിയ ഭക്ഷണങ്ങൾ നോക്കുന്ന സമയത്ത് നമ്മൾ സാധാരണയായിട്ട് വീടുകളിൽ ഉണ്ടാകുന്ന കാര്യമാണ് തൈര് എന്ന് പറയുന്നത്. അധികം പുളിയില്ലാത്ത തൈര് നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് മോരാക്കിയതിന് ശേഷം നമുക്ക് ഡെയിലി ബേസിൽ 1 ഗ്ലാസ്സോ 1.5 ഗ്ലാസ്സോ നമുക്ക് കഴിക്കാവുന്നതാണ്. ഭക്ഷണത്തിന് മുന്നോടിയായിട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് അമിതമായിട്ട് ഭക്ഷണം എടുക്കുന്ന ആ ഒരു ടെൻഡൻസിയും കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നമുക്കിങ്ങനെ ആ ഒരു ഹങ്കർ പോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഡെയിലി ഒരു 11 മണി 11:30 ആ സമയത്ത് നമ്മൾ 1 ഗ്ലാസ് മോരുവെള്ളം കഴിക്കുന്ന വഴി അതിൻ്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊന്നും കൂടുതലായിരിക്കും. ഈ പ്രോബയോട്ടിക്സ് അടങ്ങിയ ഭക്ഷണം ഉള്ളതുകൊണ്ട് തന്നെ ഗുഡ് ബാക്ടീരിയാസിൻ്റെ ഗ്രോത്തും കാര്യങ്ങളും പ്രൊമോട്ട് ആവുകയും ചെയ്യും. അതിനോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞു ഈ ഒരുപാട് അമിതവണ്ണം പോലുള്ള പ്രശ്നങ്ങളൊക്കെ നേരിടുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ഈ ഒരു ഹങ്കർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഹങ്കർ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് ഭക്ഷണത്തിന് മുന്നോടിയായി കഴിക്കുന്നത് കുറച്ചുകൂടെ നല്ലൊരു കാര്യമായിരിക്കും.
അത് മാത്രമല്ല നമുക്കറിയാം ഇതിനകത്ത് ലാക്ടോബാസിലസിൻ്റെ ഒരു പ്രസൻസും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ട് നമുക്കുണ്ടാകുന്ന സ്കിൻ കംപ്ലയിൻസ്, സ്കിൻ ഇറിറ്റേഷൻസ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കാനും നമ്മൾ തൈരോം ഓരോ ദിവസവും കഴിക്കുന്ന വഴി സാധിക്കും. മൂന്നാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിൽ നമ്മൾ നാച്ചുറലി ഉണ്ടാക്കുന്ന പിക്കിൾസാണ്. പ്രധാനമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഫെർമെൻറ്റ് ചെയ്തിട്ടുള്ള വെജീസ്. അതിനായിട്ട് നമുക്ക് ബീറ്റ്റൂട്ട് അതുപോലെ ക്യാബേജ് പോലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാവുന്നതാണ്. സാധാരണയായിട്ട് നമ്മൾ ഇത് നല്ല രീതിയിൽ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ചെറിയ ചൂടുവെള്ളത്തിനകത്ത് ഇത് മിക്സ് ചെയ്യുക. ഒരു 2 വീക്സോളം അല്ലെങ്കിൽ 10 to 14 ഡേയ്സ് നമ്മൾ വെക്കുക. ചെറിയ രീതിയിൽ ഉപ്പും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുക കേട്ടോ. അതിനകത്തേക്ക് നമ്മൾ 14 ഡേയ്സ് നല്ലപോലെ സ്റ്റോർ ചെയ്തതിന് ശേഷം ആഫ്റ്റർ 14 ഡേയ്സ് നമുക്കിത് സാലഡ്സിലൊക്കെ കട്ട് ചെയ്ത് മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി നമുക്കിത് കൺസ്യൂം ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ വെള്ളമാണെങ്കിൽ നമ്മൾ സ്റ്റോർ ചെയ്തതിന് ശേഷം നമ്മൾ ഡെയിലി ബേസിൽ 1-2 ടീസ്പൂൺ എടുത്ത് കഴിക്കുന്നതും ഇത്തരത്തിലൊരു പ്രോബയോട്ടിക് ഗുണം നമുക്ക് തരുന്നതാണ്. അപ്പോൾ ബീറ്റ്റൂട്ട് ആയിക്കോട്ടെ, നമുക്ക് ഇതുപോലെ തന്നെ ക്യാബേജും റിപ്പീറ്റ് ചെയ്ത് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇത്തരം കാര്യങ്ങൾ കഴിക്കുന്ന വഴി ഈ ഒരു ബാക്ടീരിയൽ ഗ്രോത്ത് നമുക്കൊന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ നമ്മുടെ ബോഡിയിൽ എസെൻഷ്യലായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഫംഗ്ഷനിങ്, നല്ല രീതിയിലുള്ള ഫംഗ്ഷനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന മൈക്രോ ഓർഗാനിസിനെ നോക്കുന്ന സമയത്ത് 3 രീതിയിലാണ് നമ്മളെ സഹായിക്കുന്നത്. ഇപ്പോൾ ലാക്ടോബാസിലസ് ആണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനകത്തു നിന്നുള്ള ഷുഗർ പോലുള്ള കാര്യങ്ങളൊക്കെ ഡൈജസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളെ ബോഡിക്ക് യൂട്ടിലൈസ് ചെയ്യാനുള്ള ഫോമിലേക്ക് ആക്കി തരുന്നൊരു ബാക്ടീരിയയാണ് ലാക്ടോബാസിലസ് എന്ന് പറയുന്നത്. അത് നമുക്ക് തൈര്, മോര് പോലുള്ള കാര്യങ്ങളിലൊക്കെയാണ് അല്ലെങ്കിൽ പാലിലൊക്കെയാണ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത്തരം കണ്ടൻസ് കഴിക്കുന്നത് വഴി ഈ ഒരു ലാക്ടോബാസിലസിൻ്റെ പ്രസൻസ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്നർ ലൈനിങ്ങിൻ്റെ ഹെൽത്ത് കൂട്ടാൻ വേണ്ടിയിട്ടും നമ്മുടെ IBS പോലുള്ള കണ്ടീഷൻസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ നമ്മുടെ ഗട്ട് മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ പ്രോപ്പറായി നടക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്ന ബാക്ടീരിയാസ് ഉണ്ട്. അതാണ് ബൈഫോഡോ ബാക്ടീരിയ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്നർ ലൈനിങ് അതുപോലെ തന്നെ ഇൻഡസ്റ്റൈൻ മോട്ടിലിറ്റി പോലുള്ള കാര്യങ്ങളൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഫംഗസ് ഉണ്ട്. ടോക്സിൻസ് പോലുള്ള കാര്യങ്ങൾ, നമ്മുടെ ഭക്ഷണത്തിലൂടെ എത്തുന്ന പോയിസൺസ് പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ബോഡിയിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്ത് ഒഴിവാക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതുപോലെ ഫുഡ് പോയ്സണിങ് പോലുള്ള അവസ്ഥകളൊക്കെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്ന ഇത്തരത്തിലുള്ള ഫംഗസ് പോലുള്ള കാര്യങ്ങളാണ്. അപ്പം ഇതാണ് നമ്മുടെ ബോഡിയിൽ ആവശ്യമായിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നല്ല ബാക്ടീരിയസ് അല്ലെങ്കിൽ ഗുഡ് ബാക്ടീരിയസിൻ്റെ യൂസസ് എന്തൊക്കെയാണ് നോക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഇൻഡൈജഷൻ, ദഹനക്കേട് പോലുള്ള ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. പ്രധാനമായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ എത്തുന്ന ഫൈബേഴ്സിനെ യൂട്ടിലൈസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു പ്രക്രിയ നമ്മുടെ ശരീരത്തിൽ നടത്തുന്നത്. അതുപോലെ തന്നെ നമുക്കുണ്ടാകുന്ന അലർജിക് ടെൻഡൻസീസ് കുറയ്ക്കുന്നുണ്ട്. സ്കിൻ ഇറിറ്റേഷൻസ് പോലുള്ള കാര്യങ്ങൾ റെഡ്യൂസ് ചെയ്യാൻ, എക്സിമ പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കുറയ്ക്കാനും പിഗ്മെൻറ്റേഷൻസ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യാനും ഇത്തരത്തിലുള്ള നല്ല ബാക്ടീരിയസിൻ്റെ പ്രസൻസ് വഴി സാധിക്കും. അതിനോടൊപ്പം തന്നെ നമുക്ക് റിക്കറൻ്റ് ആയിട്ട് വരുന്ന യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ പോലുള്ള കാര്യങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. വജൈനൽ ഇൻഫെക്ഷൻസ്, ല്യൂക്കോറിയ പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ഇത്തരത്തിൽ നല്ല ബാക്ടീരിയസിൻ്റെ പ്രസൻസ് നമ്മുടെ ശരീരത്തിലുള്ളത് വഴി സാധിക്കും. അതുപോലെ തന്നെ നമുക്കുണ്ടാകുന്ന മൗത്ത് അൾസേഴ്സ് പോലുള്ള കാര്യങ്ങൾ, ഇൻഡസ്റ്റൈനൽ അൾസേഴ്സ് പോലുള്ള കണ്ടീഷൻസ്, ക്യാൻസേഴ്സ് പോലുള്ള കണ്ടീഷൻസിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് ഇത്തരത്തിലുള്ള ഗുഡ് ബാക്ടീരിയസിൻ്റെ പ്രസൻസ് വഴി സാധിക്കും. അതുപോലെ തന്നെ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ്, തൈറോയിഡൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ആർത്രൈറ്റിസ് കണ്ടീഷൻസിനൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും സാധിക്കും. അപ്പം ഇത്തരത്തിലുള്ള ഗുണങ്ങളാണ് നമ്മുടെ നല്ല ബാക്ടീരിയാസ് നമ്മുടെ ബോഡിയിൽ ചെയ്യുന്നത്. അപ്പം ഏതൊക്കെ സാഹചര്യത്തിലാണ് നമ്മുടെ ശരീരത്തിൽ കുറയുന്നത് നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ അമിതമായിട്ട് സ്ട്രെസ് അടിക്കുന്ന സമയങ്ങളിൽ, ടെൻഷൻ ധാരാളമായിട്ടുള്ള സമയങ്ങളിലൊക്കെ നമുക്കിതിൻ്റെ നമ്മുടെ ഗട്ട് ഫ്ലോറയ്ക്ക് മൊത്തത്തിലൊരു ഡിസ്റ്റർബൻസും കാര്യങ്ങളും ഉണ്ടാവുകയും അതുവഴി നമുക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടാകാനൊരു കാരണമാവുകയാണ് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മൾ ലോങ് ടേം ആയിട്ട് പെയിൻ കില്ലേഴ്സ് പോലുള്ള കാര്യങ്ങൾ, ആൻറ്റിബയോട്ടിക്സ് പോലുള്ള കാര്യങ്ങളൊക്കെ കാലങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതിൻ്റെ ഒരു പ്രസൻസും കാര്യങ്ങളൊക്കെ കുറയാനൊരു കാരണമാവുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ ഫാസ്റ്റ് ഫുഡ് പോലുള്ള കാര്യങ്ങൾ, ജങ്ക് ഫുഡ് ഐറ്റംസ്, പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളും, ആർട്ടിഫിഷ്യൽ ഏജൻസ് ഒരുപാട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് വഴി നമ്മുടെ നല്ല ബാക്ടീരിയാസിൻ്റെ ആ ഗ്രോത്തും കാര്യങ്ങളൊക്കെ നശിപ്പിക്കാനൊരു കാരണമാവുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതൊക്കെയാണ് പൊതുവിലായിട്ട് നമുക്ക് ഇതിൻ്റെ ആ ഒരു ഗ്രോത്തും കാര്യങ്ങളൊക്കെ നശിക്കാൻ അല്ലെങ്കിൽ കുറയ്ക്കാൻ കാരണമാവുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഇനി വേറെ കാര്യങ്ങൾ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് യോഗേർട്ട് പോലുള്ള കാര്യങ്ങൾ കഴിക്കാവുന്നതാണ്. നമ്മൾ തൈരിൻ്റെ അതേ തന്നെ രീതിയിൽ നമുക്ക് കിട്ടുന്നതാണ്. ഇന്ന് ഫ്ലേവേർഡ് യോഗേർട്സ് ഒക്കെ ധാരാളമായിട്ട് അവൈലബിൾ ആണ്. ഫ്ലേവേർഡ് അല്ലാത്ത അൺഫ്ലേവേർഡ് ആയിട്ടുള്ള പ്ലെയിൻ യോഗേർട്സ് വാങ്ങി കഴിക്കുക. ഫ്ലേവേർഡ് യോഗേർട്ട് ആകുമ്പോൾ കുറച്ചുകൂടി ആർട്ടിഫിഷ്യൽ തിങ്സും കാര്യങ്ങളൊക്കെ അതിനകത്ത് ആഡ് ആണ്. അപ്പോൾ അത്രയും കണ്ടൻസ് കഴിക്കാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് നാച്ചുറലി വീടുകളിൽ ഉണ്ടാക്കിയിട്ടുള്ള പിക്കിൾസ് പോലുള്ള കാര്യങ്ങൾ, വിനീഗേഴ്സ് പോലുള്ള കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് വിനീഗറും കാര്യങ്ങളൊന്നും ആഡ് ചെയ്യാത്ത രീതിയിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള പിക്കിൾസും കാര്യങ്ങളൊക്കെ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത്തരം കണ്ടൻസും കഴിക്കാവുന്നതാണ്. അപ്പോൾ പ്രോബയോട്ടിക്സ് ഭക്ഷണങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത്തരം മെത്തേഡ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നാച്ചുറലി ഇത് നമ്മുടെ ശരീരത്തിൽ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയങ്ങളിൽ കറക്റ്റായിട്ടുള്ള ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നടത്തുക. അതുപോലെ തന്നെ കൃത്യമായിട്ട് നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടൊരു കാര്യമാണ്. കാരണം നമ്മുടെ ഗട്ടാണ് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ഹെൽത്തി ആയിട്ടിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. നമ്മുടെ ഗട്ട് ഹെൽത്ത് പ്രോപ്പർ അല്ല എങ്കിൽ നമ്മുടെ എൻറ്റയർ ബോഡി ഫംഗ്ഷനിങ് അത്രത്തോളം നശിക്കാനൊരു കാരണമാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഉദര സംബന്ധമായിട്ട് എന്ത് പ്രശ്നങ്ങൾ വരുന്ന സമയങ്ങളിലും നിങ്ങൾ കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതായിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്. മറ്റൊരു ഹെൽത്ത് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.